ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ 100-ൽ 26 പേർ ചികിത്സ ആവശ്യമുള്ള മാനസിക രോഗികളാണ് എന്ന്. വീണ്ടും ഒരു 14-15% ആളുകൾ വലിയ ചികിത്സയൊന്നും ആവശ്യമില്ലെങ്കിലും മാനസികമായിട്ടുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ അല്ലെ ആവശ്യമുള്ളവരാണ്. ഈ കൂട്ടത്തിൽ ഔപചാരികമായിട്ട് മാനസിക രോഗികളെന്ന് മുദ്ര കൊടുത്തപ്പെട്ട സ്കിസോഫ്രീനിയയും ആ വിധത്തിലുള്ള മാനസിക രോഗാവസ്ഥയ്ക്ക് അടിപ്പെട്ടവരുണ്ട്. മാനസിക വികാസം ആവശ്യമായിട്ട് വിധത്തിൽ കിട്ടാത്തവരുണ്ട്. മറ്റു പല വിധത്തിലുള്ള വൈകല്യങ്ങൾക്കും പിടിപെട്ടവരുണ്ട് ജന്മനാ തന്നെ. കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൊൻകുന്നം ടൗണുകളിലും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട സമീപ ജില്ലകളിലുമായി ഉള്ള വ്യത്യസ്ത തെരുവുകളിലൂടെ അലഞ്ഞു നടക്കേണ്ടിയിരുന്ന സ്വന്തം സ്നേഹിതരാലും കുടുംബക്കാരാലും ഉപേക്ഷിക്കപ്പെട്ട 100 കണക്കിന് പ്രത്യേക ശുശ്രൂഷ ആവശ്യമുള്ള മാനസിക രോഗികളെ എടുത്ത് സംരക്ഷിക്കുന്ന 3 ഭവനങ്ങളെ സംരക്ഷിക്കുന്ന 3 ബഹുമാനപ്പെട്ട വൈദികരാണ് ഇവിടെ 2ാം നിരയിലിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഹൃദയപൂർവം എന്ന പേരിലുള്ള ഈ പദ്ധതികളുടെ സമാരംഭം കുറിക്കുമ്പോൾ ഈ 3 പേരെ സവിശേഷമായിട്ട് ആദരിക്കുവാനും അവരുടെ സേവനങ്ങളെ ഒന്ന് സ്മരിക്കുവാനുള്ള അവസരം കൂടിയായി നാം ഇതിനെ കാണുകയാണ്. അവർ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം. സമയത്തിൻ്റെ പരിമിതി മൂലം ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും 2 വാക്ക് അവരെക്കുറിച്ച് കൂടി പറഞ്ഞുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട റോയി വടക്കേലച്ചൻ ആശാനിലയത്തിൻ്റെയും നല്ല സമറായൻ ആശ്രമത്തിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള 12ഓളം വി കെയർ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ സ്ഥാനം വഹിച്ച് കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കാരുണ്യത്തിൻ്റെ ഏറ്റവും മുഖ്യമുഖമായി നമ്മുടെ ഇടയിലുള്ള റോയി വടക്കേലച്ചൻ. 2 റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പെരുനിലം, ഇപ്പോൾ തമ്പലക്കാട്ടുള്ള പെനുവേൽ ആശ്രമത്തിൻ്റെ ഡയറക്ടറാണ്. 3ാമതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിൻസ് വാതലക്കുന്നേലച്ചൻ ബേദലഹേം ആശ്രമത്തിൽ ആയിരിക്കുന്നവർ ശുശ്രൂഷ ചെയ്യുകയാണ് വർഷങ്ങളായിട്ട്. ഇവിടെ 3 പേരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളവരാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ കോവിഡ് കാലത്ത് പെനുവേൽ ആശ്രമത്തിൽ പ്രത്യേകിച്ചും മദ്യത്തിനും മയക്കുമരുന്നും അടിപ്പെട്ട് മാനസിക നില തെറ്റിയ 100-ലധികം ആളുകൾ ഉള്ള ആ ആശ്രമത്തിൽ ഒരു ദിവസം സുഭാഷ് വിളിച്ചു പറഞ്ഞു, 15-20ഓളം രോഗികളെ പരിശോധിച്ചു, അവർക്കെല്ലാം കോവിഡ് പോസിറ്റീവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാക്കിയുള്ളവരെ പരിശോധിച്ചാൽ അവർക്കും കോവിഡ് ആയിരിക്കുമെന്ന് അറിയിപ്പ് കിട്ടി. എന്തു ചെയ്യണം? അവസാനം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ടവർ പറഞ്ഞു, ഇവരെ മുഴുവനും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം. കാരണം അവിടെ കോവിഡ് സെൻ്ററായി വേറെ സ്ഥലങ്ങളിലുള്ളവരാണ്. മാനസിക നില തെറ്റിയ ഇവരെ എങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛനും ടോമി അച്ഛനും കൂടെ തീരുമാനിച്ചു, ഞങ്ങൾ ഇവരോടൊപ്പം ഇവരെല്ലാവരും ഒരു ഹാളിലേക്ക് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ച് അവരോടൊപ്പം ആടിപ്പാടി രസിച്ച് ജീവിക്കുവാൻ പോവുകയാണ്. അതിൽ മുഴുവൻ ആൾക്കാരും കോവിഡ് പോസിറ്റീവ് ആയപ്പോഴും അവരോടൊപ്പം ചേർന്ന് കോവിഡ് പിടിപെട്ട് ആ ദിവസങ്ങളും ആഴ്ചകളും തള്ളി നീക്കിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ. അവർക്കന്ന് ഓക്സിജൻ ആവശ്യമായിട്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മറ്റേ മുണ്ടയച്ചൻ നേതൃത്വത്തിൽ MDSൽ നിന്ന് അതിനുള്ള ക്രമീകരണം ചെയ്തു കൊടുത്തു. ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുത്തു, ഭക്ഷണം എത്തിച്ചു കൊടുത്തു. 2ാമത് ബഹുമാനപ്പെട്ട റോയി മാത്യു അച്ഛൻ്റെ ആശ്രമം, വിവിധ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ 12ഓളം ഉണ്ടെന്ന് പറഞ്ഞ എല്ലായിടത്തും തന്നെ ഇതേ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. അപ്പോഴും ഇതേ അനുഭവമാണ്. ബഹുമാനപ്പെട്ട റോയി അച്ഛനും ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ്, പ്രൊവിൻഷ്യൽ അമ്മമാരുണ്ട്, അവിടെ നേതൃത്വത്തോടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ ചേർന്ന് നല്ല സമറായൻ ആശ്രമത്തിലും അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷാ ഭവനങ്ങളും ഏഞ്ചൽസ് വില്ലേജിലും എല്ലാം ഇതേ ശുശ്രൂഷകൾ അവരും ധീരതയോടെ അവരോടൊപ്പം രോഗികളായി ആ ശുശ്രൂഷ ഏറ്റെടുത്തു. ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, ശാരീരികമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ അവരും കടന്നുപോയി. ഇതിനിൽ തന്നെ കൃത്യമായി ഇതേ പ്രശ്നത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജിൻസ് വാതലക്കുന്നേലച്ചൻ.
അതുകൊണ്ട് അതേ അനുഭവം എന്ന് പറയുമ്പം ലിറ്ററലായിട്ട് അതുകൊണ്ട് ഞാൻ അതും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ 3 ഭവനങ്ങളിലും ഇതിനോടനുബന്ധ ഭവനങ്ങളിലും സെറനിറ്റി ഹോം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ കാലഘട്ടത്തിൽ മുഴുവനും ഓരോ നേരവും ഭക്ഷണം പായ്ക്ക് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം പായ്ക്ക് ചെയ്ത് അവർക്ക് 3 നേരവും ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ഈ മലനാടിലെ കിച്ചണിൽ നിന്നാണ്. ഇന്ന് നമുക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്നുള്ള വിധത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇടത് കൈ ചെയ്യുന്നത് ഇടത് കൈയെങ്കിലും അറിയണം. അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മളിവിടെ നടത്തുക. 2018 വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കേരളത്തിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തന്നെ ചോദിച്ചു, കത്തോലിക്കാ സഭ എന്തു ചെയ്തു ഇതിനു വേണ്ടി? അന്ന് ഞാൻ ഓർക്കുകയാണ്, ഈ വലിയൊരു വിമർശനം വന്നപ്പോൾ നമ്മൾ ഒന്നിച്ചു ചേർന്ന കാരിത്താസ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്കെടുത്തു. കേരളത്തിലെ ഇടവകകൾ കൃത്യമായ കണക്ക് ലഭിച്ചത് മാത്രമായിട്ട് 350 കോടിയുടെ സേവനമാണ് 2018 വെള്ളപ്പൊക്കക്കാലത്ത് നമ്മൾ ചെയ്തത്. അതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. പത്രങ്ങളോട് പ്രസിദ്ധീകരിച്ചപ്പോൾ പലരും ചോദിച്ചു, എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് മുൻകൂർ ഇത് ഞങ്ങളോട് അറിയിച്ചില്ല? ഈ കഴിഞ്ഞ 2021 പ്രത്യേകിച്ചും നമ്മുടെ സോമൻ സാറൊക്കെ പറഞ്ഞ പീരുമേട് മണ്ഡലം ഉൾപ്പെടുന്ന കൊക്കയാർ പഞ്ചായത്തിലും എരുമേലിയിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറും ഉൾപ്പെടുന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. അന്ന് അഭിനന്ദ പിതാവും നമ്മൾ കൂടുതൽ പേര് ചേർന്ന് അവിടേക്ക് ഓരോ സ്ഥലത്ത് പറഞ്ഞ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ ഇടവകക്കാരും അല്ലാത്തവരുമായിട്ട് 100 കണക്കിന് ആളുകൾ ഭവനം നഷ്ടപ്പെട്ടവരുണ്ട്. ആ ഘട്ടത്തിൽ സോമൻ സാർ അന്ന് ഇടപെട്ട് പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് അവിടെ ഭവനങ്ങൾ പണിയുമെന്ന്. സോമൻ സാറേ, എല്ലാ നന്മകൾക്കും നന്ദി. പക്ഷേ സർക്കാർ ബന്ധപ്പെട്ട് ചെയ്ത് എത്ര ഭവനങ്ങൾ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കാഞ്ഞിരപ്പള്ളി രൂപതയും അതിനോടനുബന്ധിച്ച് സന്യാസ സഭകളും ചേർന്ന് ചെയ്ത സേവനത്തെ ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുകയാണ്. റെയിൻബോ പദ്ധതിയിലൂടെ 52 ഭവനങ്ങൾ ആ ഒറ്റ ഒരു ദുരന്തത്തിൽപ്പെട്ടവർക്കായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗം നേതൃത്വമെടുത്ത മറ്റമുണ്ടേച്ചനും ഒക്കെ ചേർന്ന് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒന്നാന്തരം വീടുകൾ 52 എണ്ണം. എനിക്ക് തോന്നുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കാലഘട്ടത്തിൽ അതിനോട് ചേർന്ന് അത്രയും ഭവനങ്ങൾ പണിയുവാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ രൂപതയും സന്യാസ ഭവനങ്ങളും അതിനോട് കൈകോർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുവാനുള്ള അവകാശവും അറിയുവാനുള്ള ഉത്തരവാദിത്വവും ദൈവജനത്തിനുണ്ട്. നമുക്ക് തന്നെ അറിയേണ്ടതുണ്ട്. ഇതാണ് എന്തുകൊണ്ടാണ് മലനാട് ഇപ്രാവശ്യം ഇങ്ങനൊരു പദ്ധതി ഇവിടെ ഇങ്ങനൊരു ഔപചാരിക ഉദ്ഘാടനം ഇവിടെ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം, എങ്കിലേ കൂടുതൽ ഉത്സാഹത്തോടുകൂടി ഈ നന്മ പ്രവർത്തനം നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നന്മ ചെയ്യുന്നവരെ നമ്മൾ ആദരിക്കണം. അതേസമയം മുമ്പ് മറ്റമുണ്ടേച്ചൻ പറഞ്ഞോട് ചേർത്ത് പറയട്ടെ, ഈ 52 ഭവനങ്ങളിലും ഒരു ഗുണഭോക്താവിൻ്റെ പോലും മുഖം പത്രങ്ങളിൽ നിങ്ങൾ കാണില്ല. അവരുടെ പേരുകൾ അതാത് ഇടവക സമൂഹങ്ങളിൽ അറിയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അറിയില്ല. അത്ര വ്യക്തതയോടും സുവിശേഷ മൂല്യത്തിലുമാണ് ചെയ്തിരിക്കുക എന്നുള്ളത് ഏറ്റുപറയട്ടെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആരും അറിയാതെ എന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റോയി അച്ഛനെയും സെബാസ്റ്റ്യൻ അച്ഛനെയും ജിൻസ് അച്ഛനെയും ഓർക്കുകയും ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഇന്ന് ഈ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക, ആശാനിലയം സ്പെഷ്യൽ സ്കൂളിൽ നമുക്കറിയാം സർക്കാർ ഒരുപാട് പറയാറുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധി വികാസത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്കുള്ള ശുശ്രൂഷ നടത്തുന്ന അധ്യാപകർക്കുള്ള ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെ അതിനുള്ള സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതി അടുത്ത ഒരു വർഷത്തേക്ക് ഒരു മാസം 5 ലക്ഷം രൂപ വെച്ച് മലനാട്, ഒരു വർഷം 60 ലക്ഷം രൂപ ആശാനിലയം സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരുടെ ക്ഷേമത്തിനാണ് നൽകുകയാണ്. നമുക്കൊന്ന് കൈയടിക്കേണ്ട ആ കാര്യത്തിൽ. പെനുവേൽ ആശ്രമത്തിലെ മക്കൾക്ക് വേണ്ടി അന്തേവാസികൾക്ക് മരുന്നിനും ഭക്ഷണത്തിനുമായി മാസം തോറും 1 ലക്ഷം രൂപ വെച്ച് 12 ലക്ഷം രൂപ നൽകുന്നു. ബേത്ലഹേം ആശ്രമത്തിലും ഭക്ഷണത്തിനും മരുന്നിനുമായി മാസം 1 ലക്ഷം രൂപ വീതം അങ്ങനെ 12 ലക്ഷം രൂപ നൽകുന്നു. അതോടൊപ്പം തന്നെ രൂപത നേരിട്ട് നടത്തുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹകരണത്തോടെ മാനേജ് ചെയ്യുന്ന ഏതാനും ശുശ്രൂഷാ കേന്ദ്രങ്ങളുടെ പേരുകളോട് പറയട്ടെ. ഇവിടെ ഈ കാഞ്ഞിരപ്പള്ളി അടുത്ത പ്രദേശത്തുള്ള പ്രത്യേകിച്ചും ഇളംകുളം ബാലഭവനുണ്ട്,
ബാലികാഭവൻ ഇളങ്ങളുമുണ്ട്, സെറനിറ്റി ഹോം എലിക്കുളം പ്രായമായവരെ സംരക്ഷിക്കുന്ന സ്ഥലമാണ്, ദേവമാതാ കപ്പാട്, സ്നേഹഭവൻ ഇഞ്ചിയാനി, മരിയ സദൻ പുഞ്ചവയൽ, അസിസി കൃപാഭവൻ മുണ്ടക്കയം എന്നീ സ്ഥാപനങ്ങളെയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മലനാട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതികളുടെ വിശാലമായി ഈ 1 വർഷത്തേക്കുള്ള പ്രോജക്റ്റ് ഈ ഭാഗത്തിൽ മാത്രമുള്ളത്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇവരുടെ കരങ്ങൾക്ക് നമ്മൾ കഴിയുന്ന വിധത്തിൽ സഹായവും ശക്തിയും നൽകാമെന്ന് നമ്മളോട് തന്നെ തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനം ഇവരെ അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ബഹുമാനപ്പെട്ട വൈദികരെ, അവർ മുൻനിരയിലേക്ക് കടന്നിരിക്കേണ്ടവരാണ്. ഇങ്ങനെയൊക്കെ പരിപാടി വരുമ്പോൾ അവർ പിൻനിരയിലേക്ക് പോകുന്നു. പക്ഷേ മുൻനിരയിലേക്ക് കടത്തിയിരുത്തേണ്ടവർ നമ്മൾ ആദരിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ നൽകാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.